നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ ഇവർക്ക് എത്ര കല്യാണ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അവൾക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് അവളും നിങ്ങളും ആരും കുറ്റക്കാരുമല്ല. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് വിധി നേരത്തെ തീരുമാനിച്ചതാ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് കരുതി നമുക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ നന്ദേട്ടാ? അവളുടെ ജീവിതത്തിൽ ഒരു ദോഷം വരുന്നു എന്നറിയുമ്പോ അതിന് പരിഹാരം ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ നന്ദേട്ടാ? നമ്മളത് ചെയ്യണം. അപ്പൊ അർച്ചനയും കൂടെ ചേർന്നാണല്ലേ ഇതൊക്കെ നടത്തുന്നത്? ഇത് മാത്രമല്ല, ഈ വീട്ടിൽ നടക്കേണ്ട ഏത് നല്ല കാര്യവും നടത്താൻ ഞാൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാവും. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന എല്ലാ പെൺകുട്ടികളും അച്ഛനെയും ആങ്ങളെ വരെ ധിക്കരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. ഈ ലോകത്ത് അമ്മയില്ലാതെ വളരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അവരെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? മറ്റെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളാരും അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം അർച്ചന പറയരുത്. ഒരുപാട് സ്നേഹിച്ചു പോയതുകൊണ്ടായിരിക്കും അവള് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. അതിന് വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങളാരും അവളെ സ്നേഹിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട നന്മയാ അവളുടെ ജീവിതം. അത് നിങ്ങൾ ആങ്ങളമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവിച്ചതാ ഇതെല്ലാം. ജോത്സ്യം പറഞ്ഞതനുസരിച്ച് അവരൊന്നുകൂടി നമ്മുടെ പൂജാമുറിക്ക് മുന്നിൽ വെച്ച് താലി കെട്ടണം. അതില് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും വേണം. നന്ദേട്ടനെയും സന്ദീപിനെയും നിർബന്ധിക്കാനുള്ള അധികാരമോ അവകാശമോ ഒന്നും എനിക്കില്ല. പക്ഷേ സച്ചേട്ടൻ ഇവിടെ ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധം. ഏടത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദേട്ടൻ പറയുന്നതാണ് ന്യായം. ആ ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് താലികെട്ട് നടത്താം. പക്ഷേ ഞാനതിലുണ്ടാവില്ല. അച്ഛൻ എന്ത് തീരുമാനിച്ചു? ആരൊക്കെ പങ്കെടുത്താലും ഇല്ലെങ്കിലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ജോത്സ്യം പറഞ്ഞ ചടങ്ങ് ഈ പൂജാമുറിക്ക് മുമ്പിൽ വെച്ച് നടത്തണം. അരുതാത്തൊന്നും അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ വിഷമിക്കണ്ട. നന്ദേട്ടന്റെയും സന്ദീപിന്റെയും പിണക്കമെല്ലാം ഒരു ദിവസം മാറും. ഒരുപാട് കാലമൊന്നും സ്നേഹയോട് പിണങ്ങിയിരിക്കാൻ അവർക്ക് പറ്റില്ല. അത് മാറിയേ തീരൂ. ഇത്രയൊക്കെ തീരുമാനിച്ച ദൈവത്തിന് അത് മാറ്റാനാണോ പ്രയാസം? ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം അവർക്കില്ലാന്ന് മാത്രം അച്ഛൻ കരുതിയാൽ മതി. എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ഞാനിങ്ങനെ നമ്മുടെ ലൈഫിനെ കുറിച്ചൊക്കെ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത്? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെല്ലിശ്ശേരിയിലെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി വിവാഹം കഴിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോ ദേ നെല്ലിശ്ശേരി വീടിനകത്തു വെച്ച് വീണ്ടും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. എല്ലാത്തിനും ഏട്ടത്തിയുടെ നന്ദി പറയണ്ടേ? ശരിയാ. നമ്മുടെ ജീവിതം അർച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. ഇതെന്താ കവറുകളൊക്കെ ആയിട്ട്? എന്താ ഇതൊക്കെ? കുറച്ച് ഡ്രസ്സുകളാ.
കല്യാണത്തിന് ഞങ്ങളുടെ വക ഒരു സമ്മാനം. ഒരുപാട് സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. അതൊന്നും വാങ്ങാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അതിനിപ്പോഴാ ഒരു അവസരം വന്നത്. നിങ്ങൾ ഇവർക്ക് എത്ര കല്യാണ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നായിരിക്കും നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നത്. പക്ഷെ നാളെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ എല്ലാം നടക്കും. ഇതിനൊക്കെ എങ്ങനെയാ ഞങ്ങൾ ഏട്ടത്തിയോട് നന്ദി പറയണ്ടേ? വഴി തെറ്റി ഒഴുകുന്ന പുഴ പോലെയാ നമ്മുടെ ജീവിതം. എത്രയൊക്കെ വഴിമാറി ഒഴുകിയാലും അത് സമുദ്രത്തിലെത്തുന്ന പോലെ നമ്മുടെ ജീവിതവും വിചാരിക്കാത്ത വഴികളിലൂടെ ഒക്കെ പോകും. പക്ഷേ അവസാനം സ്വന്തം കുടുംബത്തിനകത്ത് തന്നെ എത്തിച്ചേരും. നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചത്. എങ്കിൽ പിന്നെ നിങ്ങളത് തുറന്നു നോക്ക്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അർച്ചന വാ. അപ്പൊ ശരി, രാവിലെ കാണാം. ശരി ഏട്ടത്തി. സന്ദീപേ, നീയായിട്ട് ഇതിനെതിരെ നിൽക്കരുത്. ജോത്സ്യം പറഞ്ഞതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, അച്ഛന്റെ ആഗ്രഹം കൂടിയല്ലേ. ആഗ്രഹമാണെന്ന് പറഞ്ഞ് എന്ത് കോപ്രായം കാണിക്കാന്നാണോ? അന്നവൻ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്നല്ലേ അവളുടെ കഴുത്തി താലി കിട്ടിയത്. അന്നേരം മുഹൂർത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ വീടിനകത്ത് കാലൂത്ത ഇടം കൊടുത്തപ്പോ തെറ്റിയതൊക്കെ വീണ്ടും ശരിയാക്കാനുള്ള പുറപ്പാടില്ല അവര് രണ്ടുപേരും അല്ലേ. അതിനാണെങ്കിൽ അച്ഛനും ഏട്ടത്തി നീയും കൂട്ട. പക്ഷെ അതിന് എന്നെ കിട്ടില്ല. ഈ പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് നീ എന്താ നേടാൻ പോകുന്നേ? സ്നേഹയോടുള്ള വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിന്റെ മനസ്സ് മുഴുവൻ നെഗറ്റീവായി പോവേ ഉള്ളൂ. എന്ത് ചിന്തിച്ചാലും അതിന്റെ നെഗറ്റീവ് വശം മാത്രമേ നിന്റെ മനസ്സിലേക്ക് വരൂ. ആ, അത് ഞാനങ്ങ് സഹിച്ചു. ഇതിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. എനിക്കത് കാണുകയും വേണ്ട. സന്ദീപേ, സ്വന്തം മക്കളുടെ കല്യാണം തീരുമാനിക്കുമ്പോ അച്ഛനും അമ്മയും എന്തിനാ ജോത്സ്യനെ പോയി കാണുന്നേ? നല്ല നേരം കുറിക്കുന്നേ. ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടന്ന അവരുടെ ജീവിതം സുഖമായി തീരുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. സ്നേഹം ധനുഷും താലി കിട്ടിയത് അത്ര ശുഭകരമായ മുഹൂർത്തത്തിലല്ലെന്നാ ജോത്സ്യം പറയുന്നത്. അതിനുള്ള പരിഹാരമാ ശുഭമുഹൂർത്തത്തിലുള്ള ഈ വിവാഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.